ഹലോ ഹായ് ഇറ്റ്സ് മീ യുവർ സിനിമ ചേട്ടൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഡിസംബറിൽ തിയേറ്റർ റിലീസായി എത്തിയ സിനിമകൾ തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ടായി ഇപ്പോൾ OTTയിൽ റിലീസായിട്ടുണ്ട്. അങ്ങനെ റിലീസായ ഒരു 5 മലയാളം മൂവീസിന്റെ വിശേഷങ്ങളാണ്. തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ നിന്നും നിങ്ങൾ കാണാനായി മിസ് ചെയ്ത ഒരാളാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന 5 മൂവീസിന്റെ ലിങ്കുകൾ ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാനായിട്ട് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് ആ 5 മലയാളം മൂവീസ് എന്ന് നോക്കാം. 2023 ഡിസംബറിൽ ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് നേര്. നേരിനെ പറ്റി അധികമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നേരെന്ന് പറഞ്ഞ ഈ ലാലേട്ടൻ ചിത്രം, മോഹൻലാൽ മൂവി, ഒട്ടുമിക്ക പേരും കണ്ട ഒരു സിനിമ തന്നെ ആയിരിക്കും. എന്നിരുന്നാൽ പോലും തിയേറ്ററിൽ നിന്നും അത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത് കാണുക. ഒരിക്കലും നഷ്ടം വരാത്ത ഒരു സിനിമയാണ് നേര്. ഒരുപാട് സിനിമകളുടെ ഒരു പരാജയത്തിന് ശേഷം ലാലേട്ടന്റെ ഒരു സിനിമ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരു ചിത്രം കൂടിയാണ് ഈ നേര്. നേരിന്റെ ഒരു കഥയുടെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു ഇൻസിഡന്റ്, ആ ഒരു ഇൻസിഡന്റ് തന്നെയാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു പ്ലോട്ട് എന്ന് പറയാം. ഇതൊരു കോർട്ട് റൂം ഡ്രാമയായിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഒരു നിമിഷം പോലും നമുക്കൊരു ബോറടിയോ ഒരു ലാഗോ ഒന്നും അനുഭവപ്പെടാതെ, അറിയാലോ ജീത്തു ജോസഫിന്റെ ഒരു മേക്കിംഗ് രീതി അറിയാം. അതുപോലെ ദൃശ്യമൊക്കെ പോലെ തന്നെ അടുത്തെന്തെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് 2.5 മണിക്കൂർ നമുക്ക് ഒട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് നേര്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നേരെന്ന് പറഞ്ഞ ഈ ചിത്രം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും എന്റെ ടെലഗ്രാം ചാനലിൽ പോയി ഇത് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ലിസ്റ്റിൽ 2ാമത്തെ ചിത്രമേന്ന് നോക്കാം. ഈ കേസിന്റെ വിജയ പരാജയങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. 2023 ഡിസംബറിൽ തന്നെ M പത്മകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ക്യൂൻ എലിസബത്ത്. നരനും മീര ജാസ്മിനുമാണ് പ്രധാന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് ഈ ഒരു ക്യൂൻ എലിസബത്ത്. പിന്നെ എന്തുകൊണ്ട് ഇത് തിയേറ്ററിൽ അത്രത്തോളം വിജയിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ മറ്റൊരു വൻമരം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് പറയേണ്ടി വരും. നേരെന്ന ചിത്രം, ക്യൂൻ എലിസബത്ത് എന്ന ഈ ചിത്രത്തിന്റെ കഥയുടെ ഒരു പ്ലോട്ട് എടുക്കുകയാണെങ്കിൽ വളരെ കർക്കശക്കാരിയായ ഒരു നായിക ആണ്, ഒരു കഥാപാത്രമാണ് മീര ജാസ്മിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ലൈഫിൽ പിന്നെ സംഭവിക്കുന്ന ഒരുപാട് ഇൻസിഡൻസ്, അത് ഒരു ഫീൽ ഗുഡ് മൂവി ലൈനിൽ പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണിത്. എനിക്ക് തോന്നുന്നു ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രമാണ് ക്യൂൻ എലിസബത്ത്. അപ്പോൾ ക്യൂൻ എലിസബത്ത് എന്ന ഈ ചിത്രം ഇനിയും കാണാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും ഡൗൺലോഡ് ചെയ്ത് കാണേണ്ടതാണ്. വേണ്ടത് ഹാപ്പി വാലന്റൈൻസ് ഡേ. 2023 ഡിസംബറിൽ തന്നെ ആൽഫ്രഡ് കുര്യൻ ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഫിലിപ്സ്. മുകേഷ് ആണ് ഇതിന്റെ പ്രധാന കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മുകേഷ് ചെയ്ത നല്ലൊരു കഥാപാത്രമാണ് ഇതിലെ ഫിലിപ്സ് എന്ന ഈ ഒരു ക്യാരക്ടർ. കഥയുടെ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിലിപ്സിന്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റി പോകുന്ന ഒരു കഥയാണ്. അതായത് ഫിലിപ്സ്, അദ്ദേഹത്തിന്റെ 3 മക്കൾ, ദുബായിലാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്ന സിനിമ. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷത്തിൽ നീങ്ങുന്ന ഒരു ഫാമിലി, പെട്ടെന്ന് അവരുടെ ഫാമിലിയിൽ സംഭവിക്കുന്ന കുറച്ച് ഇൻസിഡൻസ് ആണ് ഈ കഥ പറയുന്നത്. ഒട്ടും ബോറടിക്കാതെ തന്നെ കണ്ടിരിക്കാൻ കഴിയുന്ന നല്ലൊരു തരത്തിലുള്ള ഒരു മേക്കിംഗ് ആണ് ഫിലിപ്സിന്റേത്. അപ്പൊ ഫിലിപ്സ് എന്ന ഈ ഒരു ചിത്രവും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും കാണാവുന്നതാണ്. ലിസ്റ്റിൽ അടുത്ത ചിത്രം ഏതാണെന്ന് നോക്കാം. ഒരു സാധനം വെച്ചാ കാണൂല, ഈ കടുക് അവിടെ വെച്ചിരിക്കുന്നത് 2023 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ആന്റണി. കുറിഞ്ചു മറിയം ജോസ് എന്ന ചിത്രത്തിലെ പോലെ തന്നെ ഇതിലും ജോജു ആണ് പ്രധാന കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിലുള്ള ആ കുറിഞ്ചു മറിയം ജോസിലുള്ള കുറെ ടീംസ് ഒക്കെ ഇതിലും ഉണ്ടെന്ന് തോന്നുന്നു. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ജോഷി എന്ന സംവിധായകനെ പറ്റി ഒന്നും തന്നെ പറയാൻ ഒരു ആവശ്യമില്ല. അത്രയ്ക്കും ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്താം എന്ന ഘടകങ്ങളെല്ലാം ഉൾക്കൊണ്ട് സിനിമ മേക്ക് ചെയ്യുന്ന ഒരാളാണ് ജോഷി. എന്നിരുന്നാൽ പോലും ആന്റണി എന്ന ഈ സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ ഫ്ലോപ്പ് ആയ ഒരു ചിത്രമാണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തിരക്കഥ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ശക്തമായ ഒരു തിരക്കഥയുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഒരു ലൈഫ് ഇല്ലാതെ പോയതെന്ന് തോന്നുന്നു. മറ്റു തിരക്കുകളൊന്നുമില്ല ഒരു സിനിമ കാണാൻ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് ഈ ആന്റണി എന്ന് പറഞ്ഞ ചിത്രം. അപ്പൊ ചിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. ലിസ്റ്റിൽ 5ാമത്തെ ചിത്രം എന്ന് നോക്കാം. ചാകാൻ നേരത്ത് ചോരയുടെ മണമില്ലാത്ത എന്തേലും കാര്യം ഓർക്കാനുണ്ടാവുന്നത് നല്ലതാണ്. 2023 ഡിസംബറിൽ തന്നെ നിഷാന്ത് സറ്റുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് രഞ്ജിത്ത് സിനിമ. സിനിമയുടെ ടൈറ്റിൽ കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന സംശയം എനിക്കും ഉണ്ടായിരുന്നു ആദ്യം. കാരണം ഇത് രഞ്ജിത്തിന്റെ ഒരു പടമാണോ?
നമ്മളെ ഡയറക്ടർ രഞ്ജിത്തിന്റെ സിനിമയാണെന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് രഞ്ജിത്തിന്റെ സിനിമ അല്ല. പക്ഷെ സിനിമയുടെ പേര് എ രഞ്ജിത്ത് സിനിമ എന്നാണ്. ആസിഫ് അലിയാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും തീർച്ചയായിട്ടും ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടു മടുത്ത ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ആശയം തന്നെയാണ് ഇതിലും പറഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ കുറച്ചെല്ലാം സസ്പെൻസും ത്രില്ലറും അങ്ങനെ കുറച്ചൊക്കെ ഘടകങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു പ്രേക്ഷകനെ അങ്ങനെ ഒരു 2.5 മണിക്കൂറും പിടിച്ചിരുത്താൻ കണക്കിനുള്ള യാതൊരുവിധ ഘടകവും ഈ സിനിമയിലില്ല. അപ്പോൾ ഈ രഞ്ജിത്ത് സിനിമ എന്ന ഈ സിനിമ ഇതുവരെയും കാണാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. എപ്പോഴാണ് ഒരു പെണ്ണിനോട് അവന് സത്യസന്ധമായ പ്രണയം തോന്നുന്നത്? അപ്പോൾ ഇതൊക്കെയാണ് ആ 5 സിനിമകൾ. ഞാൻ പരിചയപ്പെടുത്തിയ സിനിമകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ സിനിമകൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളും എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ പ്രചോദനമാണ്. അതുകൊണ്ട് ഉറപ്പായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായി മടിക്കരുത്. അതുപോലെ ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നെങ്കിൽ പോലും ഇപ്പോൾ 5K ഒക്കെ ആയ വീഡിയോസ് ഉണ്ട്. ആ 5K ആയ മെമ്പേഴ്സ് ആരും തന്നെയും എൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നു ടെലഗ്രാം എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ മടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായി പ്ലേ സ്റ്റോറിൽ പോവുക, ടെലഗ്രാം എന്ന ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് അത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ സെർച്ച് ബാറിൽ പോയി സിനിമ ചേട്ടൻ എന്ന് ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഉറപ്പായി അവിടെ നിന്ന് കിട്ടുന്നതാണ്. ചാനലിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. ഞാൻ എൻ്റെ എല്ലാ സിനിമകളിലെയും ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ സിനിമകളുടെയും ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഡൗൺലോഡ് ചെയ്യുക, ആസ്വദിക്കുക. ഇത്ര മാത്രമാണ്. ഇനിയും ടെലഗ്രാം എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. കാരണം ഒരുവിധപ്പെട്ട എല്ലാ സിനിമകളും ഇപ്പോൾ OTTയിൽ റിലീസ് ആകുന്ന ഒരുവിധപ്പെട്ട എല്ലാ സിനിമകളും ടെലഗ്രാം എന്ന ഈ ഒരു ആപ്പിൽ ലഭ്യമാണ്. എൻ്റെ ചാനലിൽ എന്ന് മാത്രമല്ല അതിൽ ഒരുപാട് സിനിമാ ചാനലുകളുണ്ട്. എല്ലാ സിനിമകളുടെയും ഡൗൺലോഡ് ലിങ്കുകൾ നിങ്ങൾക്ക് ടെലഗ്രാമിൽ നിന്ന് ലഭിക്കുന്നു. മറ്റു നല്ല സിനിമാ വിശേഷങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.